എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കണു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നല്ല ടിപ്സുമായിട്ടാണ്. നിങ്ങൾക്ക് എന്തായാലും എന്നും എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിനെങ്കിലും യൂസ്ഫുൾ ആവാതെ ഇരിക്കില്ല. അങ്ങനെയാണ് നമ്മൾ ചാനലിൽ എന്നും പറയുന്ന എല്ലാ ടിപ്സും കേട്ടോ. നമ്മുടെ അടുത്ത ഒരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ നമ്മൾ ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഉണ്ടായിരിക്കും അല്ലേ ചില പാത്രങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കറൊക്കെ പോകാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മളിത് കുറച്ച് നേരം ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മളിതാ ഇതേപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു എന്തെങ്കിലും വെച്ചിട്ട് ഒന്നിങ്ങനെ ചെയ്ത് നോക്കൂ, പെട്ടെന്ന് അതിങ്ങനെ എടുത്തു പോരും. ഏത് കാര്യത്തിലാണെങ്കിലും ശരി കേട്ടോ. അപ്പോൾ നമുക്ക് ചില കണ്ടെയ്നറിലായിരിക്കും, ചില പ്ലാസ്റ്റിക്കിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ചില്ല് കുപ്പിയുടെ ആയിരിക്കും. അപ്പം ഇത് കണ്ടോ എത്ര പെട്ടെന്നാണ്, എനിക്ക് കൈകൊണ്ടേ പോരും കേട്ടോ. ഞാൻ പക്ഷേ ഇതിപ്പോൾ ഇതാ കത്തി വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരണമെന്നേ ഉള്ളൂ. എനിക്കിത് കൈ വെച്ചിട്ടേ പോരും. കണ്ടില്ലേ, ഈ സ്റ്റിക്കറൊക്കെ കളയാനായിട്ട് നമുക്ക് എളുപ്പമുള്ളൊരു കാര്യമാണ്. നമ്മളത് ഫ്രീസറിൽ വെച്ചാൽ മാത്രം മതി കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയാൽ തന്നെ, ഇനി ഇത് വെറുതെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ അതിൻ്റെ ഈ ഒരു പശയും കൂടെ പോയി കിട്ടും. ഏതൊരു സ്റ്റീൽ പാത്രത്തിലോ ഏത് പാത്രത്തിലാണെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത്, ഇതേപോലെ നമ്മൾ വെണ്ടയ്ക്കാവട്ടെ പയറാവട്ടെ എന്ത് കാര്യമാവട്ടെ, നമ്മൾ ഇങ്ങനെ വെട്ടുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു അറ്റത്ത് ഇത് നമ്മൾ കളയില്ലേ, അത് നമ്മൾ കട്ട് ചെയ്യണമെങ്കിലാണെങ്കിലും അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെ മുറിച്ചെടുക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ അത് എളുപ്പത്തിൽ നമുക്ക് കട്ടായിട്ട് കിട്ടാനും ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് അങ്ങനെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു ഭാഗം മൊത്തം നമുക്ക് കണ്ട് കളയാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഓരോന്നിൻ്റെ ആയിട്ട് എടുക്കണ്ടേ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് നോക്കണം കേട്ടോ. കാരണം എന്തിനാ അറിയോ, ഇങ്ങനെ നോക്കുന്നത് എന്താ പറഞ്ഞാൽ, ഇതിനകത്ത് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ നമ്മളത് ഒരു പ്രാവശ്യം കട്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് വല്ല കേടും ഉണ്ടോ എന്നുള്ളത്. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഞാൻ നാളെ ഇതേപോലെ ഒരു ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ, പ്രത്യേകിച്ച് വെണ്ടയ്ക്കൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു വഴുവഴുപ്പ് ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് ഇതേപോലെ പഴയ ലെമൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം നമ്മളൊന്നിങ്ങനെ 2 സൈഡും കത്തിയുടെ തേച്ച് കൊടുത്താൽ മതി. പിന്നീട് നമുക്ക് ആ ഒരു വഴുവഴുപ്പ് വന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ. പഴയ ഒരു ലെമൺ ചെയ്താലും മതി, അതിൻ്റെ ചെറിയൊരു ഇപ്പോൾ ഒരു ലെമൺ ജ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ഉരച്ചു കൊടുത്താലും മതി. അതിനുശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് അത് കിട്ടും. നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനും പറ്റും കേട്ടോ. ഇങ്ങനെ ഒരു കാര്യം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം കണ്ടോ ഇത് നമ്മുടെ എത്രയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കത് ആ ഒരു കത്തിയിലോട്ട് നമ്മുടെ ആ ഒരു വഴുവഴുപ്പ് വരില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ നമ്മൾ ഷർട്ടൊക്കെ തോരിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീണ് പോയോണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ വീണ് പോവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇതിൻ്റെ ഇതേപോലെ ചെറിയൊരു ലൂപ്പ് കാണുമല്ലോ. അപ്പോൾ ഈ ഒരു ലൂപ്പിൽ ഇതേപോലെ ഈ ഒരു ഹാങ്ങർ ഒന്ന് ഇട്ട് വെച്ചാൽ മതി. പിന്നെ നമുക്ക് എത്ര കാറ്റ് വരട്ടെ, എന്തൊക്കെ പ്രശ്നങ്ങളാവട്ടെ, നമ്മുടെ ഷർട്ടാണെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും പിന്നെ വീണൊന്നും പോവില്ല. അപ്പോൾ അത് പേടിക്കാനില്ല. ഇങ്ങനൊരു കാര്യം ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ പേസ്റ്റിനെ ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പേസ്റ്റിൻ്റെ കഴിഞ്ഞ പേസ്റ്റിനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പേസ്റ്റിൻ്റെ കവർ മാത്രമല്ല, ഇതിനകത്ത് കുറച്ചിങ്ങനെ ബാക്കി വരുമല്ലോ. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതേപോലെ ഇങ്ങനെ വൈറ്റ് കളറൊക്കെ മങ്ങിയിട്ടുണ്ട് നമ്മുടെ ഷൂടെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മൾ പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്നിങ്ങനെ തുടച്ചു കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. ബാക്കി വന്ന ഈ ഒരു പേസ്റ്റിൻ്റെ ഈ ഒരു കവർ വെച്ചിട്ട് നമ്മുടെ കയ്യിലാവില്ല. ഇങ്ങനെ ഒന്ന് തുടച്ചതിന് ശേഷം നമ്മൾ ഒരു ടിഷ്യൂ വെച്ച് തുടച്ച് നോക്കൂ. നമ്മുടെ ആ ഒരു വ്യത്യാസം അറിയുന്നത് കണ്ടോ. ബാക്കി ഭാഗത്തും ഇതും കൂടി വളരെ ഒരു വ്യത്യാസമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൈകൊണ്ട് തൊടുകയൊന്നും വേണ്ട, നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ അതേപോലെ പേസ്റ്റിൻ്റെ കവർ മാത്രം തൊട്ടാൽ മതി. നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റണത്, നമ്മുടെ ഇങ്ങനെ കത്തിരിയൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ ജസ്റ്റ് ഈ ഒരു പീസ് ഒന്നിങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ തേച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മളൊരു ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് തുടച്ചും കൂടെ എടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ലൊരു വൃത്തിയാവും. അതേപോലെ തന്നെ ഒന്ന് ഷാർപ്പൻ ചെയ്തെടുക്കുന്ന ആ ഒരു ഇത് വരികയും ചെയ്യും. നല്ല വൃത്തിയാവാനായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ.
കെറ്റിൽ വെച്ചിട്ട് നമുക്ക് വീട്ടിലെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിതാ ഒരു ഇല എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പിച്ചിയിട്ട് ഇതിലോട്ട് ഇടുകയാണേ. നമ്മുടെ വെറ്റില തന്നെയാണ്, നമ്മളൊന്ന് ഇതിലോട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു മണം എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു മണമാണ് കേട്ടോ. അതേപോലെ തന്നെ ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് വീട്ടിൽ നമുക്ക് ഈ ഒരു ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പിന്നെ വേറെ ലിക്വിഡ്സ് കാര്യങ്ങളൊന്നും വാങ്ങിക്കേണ്ടി വരില്ല. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കർപ്പൂരമാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പൊടിച്ചിട്ട് ഇടുകയാണ് ഇതിലോട്ട്. അപ്പോൾ നമ്മുടെ കർപ്പൂരം കൂടി ഇതിലോട്ട് ഞാനൊന്നിങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെള്ളം നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരട്ടെ. ഈ കർപ്പൂരവും ഇതും കൂടെ ചേർക്കുമ്പോൾ വേണമെന്നുള്ളെങ്കിൽ ഉപ്പ് കൂടി ചേർക്കാം കേട്ടോ. 1 സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഈ കർപ്പൂരവും ഇതും ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വേണമെന്നുള്ളവർക്ക് ചേർക്കാം കേട്ടോ. കൂടുതൽ നല്ലൊരു ഇതാണ്. കർപ്പൂരവും ഈ വെറ്റിലയും കൂടി തിളയ്ക്കുമ്പോഴുള്ള ആ ഒരു മണം ഉണ്ടല്ലോ, ആ ഒരു വീട് മൊത്തം നല്ലൊരു മണം നിൽക്കും കേട്ടോ. ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ഇതാ നല്ല രീതിയിൽ ഈ വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ചൂടാറാനായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ ആ ഒരു മണം അങ്ങനെ നിൽക്കും. നല്ലൊരു മണമാണ് ഈ കർപ്പൂരത്തിൻ്റെയും എന്താ പറയുക വെറ്റിലയുടെയും കൂടി ചേർന്ന ആ ഒരു മണം ഉണ്ടല്ലോ, നല്ലൊരു മണമാണ് വീട് മുഴുവൻ തരുന്നത്. അപ്പോൾ ഇത് നമുക്കിനി അടച്ചൊന്ന് വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് അരിച്ചുകൂടി സ്പ്രേ ബോട്ടിലാക്കി വെക്കാം. ഇതിപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് 2-3 ദിവസത്തിന് വെക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഒരു 2 ദിവസത്തിന് വേണമെങ്കിൽ അങ്ങനെ പുറത്തും വെക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ചൂടാറിയിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെറ്റില വെള്ളം നമുക്ക് ഇതേപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കൗണ്ടർ ടോപ്പിലോ ഒക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്കിങ്ങനെ തുടയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ഒന്നുമില്ലെങ്കിൽ സ്പ്രേ ചെയ്തിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിച്ചൺ ടവലൊക്കെ വെക്കുമ്പോൾ കിച്ചൺ ടവൽ മുക്കിയിട്ട് നമുക്ക് തുടച്ചെടുക്കാം. നമ്മുടെ കൗണ്ടർ ടോപ്പോ കാര്യങ്ങളൊക്കെ തുടച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടിരിക്കും. നല്ലൊരു മണമാണ് കേട്ടോ അതിൻ്റെ. അത് പറയാതെ വയ്യ. കാരണം കർപ്പൂരം എന്ന് പറയുന്നത് നല്ല പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ്. അതേപോലെ നല്ലൊരു മണമാണ്. നമുക്കിത് ഈ ടവല് തന്നെ അതിൽ മുക്കിയിട്ട് വേണമെങ്കിൽ തുടയ്ക്കാം കേട്ടോ. ഇങ്ങനെ സ്പ്രേ ബോട്ടിലാക്കി വെച്ചുള്ള ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ദിവസം നമുക്കിത് വേണമെങ്കിൽ ഇരിക്കും കേട്ടോ. അപ്പോൾ അതൊരു ഗുണം കൂടി ഉണ്ട്. അപ്പോൾ ഇത് സിങ്കിൽ ഒഴിക്കാം. അതേപോലെ നമ്മുടെ വാഷ് ബേസിനിലൊക്കെ നല്ലൊരു മണത്തിന് വേണ്ടി ഒഴിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പും അതേപോലെ തന്നെ സ്റ്റൗവും തുടയ്ക്കാം കേട്ടോ. ഇതുകൊണ്ട് ഗുണം തുടയ്ക്കുന്നതുകൊണ്ട് 2 ഗുണമാണ്. ഒന്ന് നല്ല മണമാണ്, പിന്നെ നല്ല പോസിറ്റീവ് എനർജി വരുന്നുള്ളൊരു കാര്യം വേറെയുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഈച്ചയുടെ ഉറുമ്പിൻ്റെയും ഈച്ചയുടെയും ശല്യം ഒരിക്കലും വരില്ല. ഇത് ഡെയിലി ഇത് വെച്ച് നമ്മൾ തുടയ്ക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ലിക്വിഡ് വെച്ച് തുടയ്ക്കുന്നതിനേക്കാട്ടിലും ഗുണമാണ്. ഒരു ഇതും വരില്ല കേട്ടോ. ഇങ്ങനത്തെ ഈച്ചയോ ഉറുമ്പോ ഒന്നും വരില്ല. ഇപ്പം നമുക്കിത് തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വൃത്തിയായിട്ടിരിക്കും. അതേപോലെ ഈച്ച, ഉറുമ്പ്, പാറ്റ ഇങ്ങനത്തെ ഒരു കാര്യത്തിൻ്റെ ശല്യം ഉണ്ടാവില്ല. നമ്മൾ എന്നും തുടയ്ക്കുമ്പോൾ ഈ ഒരു വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി. നമുക്ക് ലൈസോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിട്ട് നമ്മൾ തുടയ്ക്കുന്നതിനേക്കാട്ടിലും ഭേദമാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയായിരുന്നു ടിപ്സൊക്കെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.